My home is in heaven. I'm just traveling through this world. എൻ്റെ ഭവനം സ്വർഗത്തിലാകുന്നു. ഈ ലോകത്തിൽ കൂടി ഞാൻ യാത്ര ചെയ്യുന്നു എന്ന് മാത്രം. ഡോക്ടർ ബില്ലി ഗ്രഹാമിൻ്റെ ഒരു വാചകമാണിത്. യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 14:2 എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഒരു യഥാർത്ഥ ക്രിസ്തുവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇഹലോക ജീവിതം വെറും താൽക്കാലികം മാത്രം. നാം എത്തിച്ചേരുവാൻ പോകുന്ന നിത്യതയിലെ നമ്മുടെ വാസത്തിൻ്റെ ദൈർഘ്യം നോക്കിയാൽ ഈ ലോകത്തിൽ നാം ചെലവഴിക്കുന്ന ആയുസ് ഒരു ചെറിയ പൊട്ടു മാത്രം. യേശു കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവ മക്കൾക്ക് ദാനമായി ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹവും സൗഭാഗ്യവും പ്രത്യാശയുമെന്ന് പറയുന്നത് എത്രയും വേഗം ഈ ലോകവാസം നാം അവസാനിപ്പിച്ച് യേശു കർത്താവിനോടൊപ്പം മറ്റ് വിശുദ്ധന്മാരോടും ചേർന്ന് നിത്യയുഗം സ്വർഗഭവനത്തിൽ വസിക്കുവാൻ പോകുന്നു എന്നുള്ളതാണ്. എത്ര സന്തോഷവും ആനന്ദവും നിറഞ്ഞ അനുഭവമാണത്. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യഭവനത്തിനായി നാം എന്നും ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കണം. നാം അഭിമുഖീകരിക്കുന്ന കഷ്ടതകളും ദുഃഖങ്ങളും പ്രതിസന്ധികളും നമുക്ക് ലഭിക്കുവാൻ പോകുന്ന നിത്യതയുടെ വെളിച്ചത്തിൽ വിലയിരുത്തുമ്പോഴാണ് ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണുവാൻ കഴിയുന്നത്. തിരുവചനം പറയുന്നത് കൊരിന്ത്യർക്ക് എഴുതിയ 2 ലേഖനം 5:1 കൂടാരമായ ഞങ്ങളുടെ ഭൗമ ഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്നറിയുന്നു. 1923, 1964 കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ലോക പ്രശസ്തനായ ഗാനരചയിതാവും ഗായകനുമായിരുന്നു ജിം റീവ്സ്. ഒരു കാലത്ത് ലോകത്തിനു വേണ്ടി പാടിക്കൊണ്ട് നടന്നിരുന്ന ജിം യേശുവിനെ കണ്ടുമുട്ടിയ അനന്തരം ക്രിസ്തീയ ഗാനങ്ങൾ മാത്രം പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി. ഏറ്റവും ഒടുവിലായി ആത്മപ്രേരിതനായി ജിം റീവ്സ് പാടിയ മനോഹരമായ പാട്ടാണ് സം ഗ്ലാഡ് മോർണിംഗ് വെൻ ദിസ് ലൈഫ് ഈസ് ഓവർ ഐ വിൽ ഫ്ലൈ അവേ എന്ന് തുടങ്ങുന്നത്. ഈ ഗാനം താൻ പാടിയ അനന്തരം ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ തൻ്റെ സ്വന്തം വിമാനത്തിൽ പറക്കും വേളയിൽ വിമാനം തകർന്നു. തൻ്റെ ആഗ്രഹപ്രകാരം സ്വർഗഭവനത്തിലേക്ക് താൻ പറന്നു പോകുകയും ചെയ്തു. ഡിയർ ഫ്രണ്ട്സ്, പാട്ടുകാരനോടൊപ്പം നമുക്കും ഇങ്ങനെ പാടുവാൻ കഴിയുമോ? When the shadows of this life have flown, I will fly away. Like a bird from prison bars has flown, I will fly away. മാക്സ് ലുക്കോഡയുടെ ഒരു വാചകം ഇങ്ങനെ: God never said that the journey would be easy, but he did say that the arrival would be worthwhile. ഈ യാത്ര എളുപ്പമാകുമെന്ന് ദൈവം ഒരിക്കലും പറഞ്ഞിട്ടില്ല, പക്ഷേ ആ എത്തിച്ചേരൽ മൂല്യവത്തായിരിക്കുമെന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്.